ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവർക്കും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പാൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജെമിനായി സോഡിയാക് സൈനിലെ അമാവാസിയാണ് 14-ാം തീയതി വരുന്നത്, അതായത് ഇന്ന്. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് അതിൻ്റെ കുറച്ചും കൂടെ ഒരു എനർജി, കുറച്ചും കൂടെ നാഴിക നാളേക്കും കൂടി ഉണ്ട്. എങ്കിലും മെയിനായിട്ട് മെജോറിറ്റി ന്യൂ മൂൺ സംഭവിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഈ ജെമിനായി സോഡിയാക് സൈനിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ തമ്മിലിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങളുടെ ഡെക്ക് തിരഞ്ഞെടുക്കേണ്ടതാണ്, നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നു. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ ന്യൂ മൂൺ ഇൻ ജെമിനായിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങളോട് ഫ്യൂച്ചറിനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് പറയണേ. ഓക്കെ, ആ ഫ്യൂച്ചറിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പാസ്റ്റിലത്തെ എന്തെങ്കിലും വിട്ടുകളയണമെങ്കിൽ ആ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളിൽ ചിലർക്ക് ആ പാസ്റ്റ് എനർജി വിട്ട് കളയുമ്പോഴേ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത് നിങ്ങളുടെയാണ് തീരുമാനം. നിങ്ങൾ എപ്പോഴാണോ ആ പാസ്റ്റിനെ വിട്ട് കളയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോഴാണോ നിങ്ങൾ ഭാവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുരോഗതി കാണാനായിട്ട് സാധിക്കും. രണ്ടിലും ഒരുപോലെ ഹോൾഡ് ഓൺ ചെയ്യുന്നത് ഓക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നല്ലാതെ, കൂടുതൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നല്ലാതെ, നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി കൂടുതൽ ദുഷ്കരമാക്കും എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ ഒരു കാര്യം. ഓക്കെ, പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒരുമിച്ച് ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് രണ്ടും ഒരുപോലെ ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത. ഓക്കെ, അത് ശരിയാകില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല മീഡിയത്തിലൂടെ നിങ്ങളോട് യൂണിവേഴ്സ് ഇതിനോടകം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫർദർ ഒരു കൺഫർമേഷന് വെയിറ്റ് ചെയ്യേണ്ട എന്ന് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്, കഴിഞ്ഞ കാലത്ത് ജീവിക്കുന്നതിനല്ല. ആ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ ഒരു നഡ്ജ്. യൂണിവേഴ്സ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകൂ, അതിന് തടസ്സം നിൽക്കുന്ന എനർജീസിനെ എല്ലാം വിട്ട് കളയൂ എന്നുള്ളത്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഓക്കെ നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഒരുപോലെ ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരുപോലെയുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകള്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴും ഇതേ സന്ദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ അതിൽ സഹായിക്കുകയും ചെയ്യും. റൈറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് നിങ്ങളെ അവർ സഹായിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങൾ അതിലേക്ക് ഡിസിഷൻ എടുക്കുന്നതിലേക്ക് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് ഇപ്പോഴും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കുറച്ചുകൂടെ കഴിയട്ടെ, ഇതും കൂടെ കഴിയട്ടെ, ഇന്ന കാര്യം കൂടെ കഴിയട്ടെ, ഇന്ന ദിവസം ആവട്ടെ, നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റിംഗ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എപ്പോൾ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട്. ആ ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേജർ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും കേട്ടോ അത് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഈ ഒരു അവസ്ഥയായിട്ടിരിക്കുന്നത് അതിനോടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ മാത്രമാണ് ഈ സോൾ ഫാമിലി മെമ്പേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറയുന്നത്, അവരോട് സംസാരിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അവരിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ തന്നെ കേപ്പബിൾ ആണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും സഹായിക്കാനില്ല, അങ്ങനത്തെ ഒരു തോന്നൽ വേണ്ടതില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വളരെ കേപ്പബിൾ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് കൊണ്ടുവരുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഡിവൈൻ ടീം ഉണ്ട്, അവരുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് നിങ്ങൾ വിശ്വസിച്ച് അവർ നൽകുന്ന ഗൈഡൻസിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ 5 ഓഫ് പെന്റക്കിൾസ് എന്ന് ക്യൂൺ ഓഫ് വാൻസിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ശരിയായ എനർജി ക്യൂൺ ഓഫ് വാൻസ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, തോൽക്കാൻ സമ്മതിക്കാത്ത ഒരാൾ. ഓക്കെ, ലൈഫിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതിനൊക്കെ പുഷ്പം പോലെ തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന ഒരാൾ. ഇതാണ് നിങ്ങളുടെ ട്രൂ സെൽഫ്, ഇതാണ് നിങ്ങളുടെ ട്രൂ പവർ. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് ഈ 5 ഓഫ് പെന്റക്കിൾസ് എനർജിയിലാണ്. എന്നെ കൊണ്ടത് പറ്റില്ല, എന്നെ കൊണ്ടത് മറികടക്കാൻ പറ്റില്ല, എനിക്കത് സാധ്യമല്ല, ഇങ്ങനെ സാധ്യമല്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങളെ കുറിച്ച് തന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ട്രൂ വേർഷനിലേക്ക് മാറാൻ പറയുന്നു. ഇതൊരു വിക്ടിം മൈൻഡ് സെറ്റ് ആണ്, ഈ 5 ഓഫ് പെന്റക്കിൾസ് എനർജി. ആ വിക്ടിം മൈൻഡ് സെറ്റിൽ നിങ്ങളോട് കംഫർട്ടബിൾ ആയിരിക്കാൻ ആകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അറിഞ്ഞറിയാതെ നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുക, അത് പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ ഉയരാൻ എന്താ പറയാ കഴിവുള്ള ഒരാളാണ്, ഒരുപാട് ഉയർച്ചകളിൽ എത്താൻ കഴിവുള്ള ഒരാളാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ യൂണിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഹെൽത്തി ഹാപ്പി ഫാമിലി ലൈഫ്, ആ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പരിശ്രമിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഈ വിട്ടുകളയാൻ പറയുന്ന പാസ്റ്റ് എനർജി എന്ത് തന്നെയാണെങ്കിലും അതൊരിക്കലും നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആകില്ല, ഫോർ ഷുവർ. അത് ലൈവ് ലൈഫിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ല അത്. നിങ്ങൾ അതിൽ ആ അറ്റ്മോസ്റ്റ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങൾക്ക് അത് കിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അത് അറിയുകയും ചെയ്യാം. നിങ്ങളത് അംഗീകരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ലവ് ലൈഫുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടുതലും ഈ ലവ് ലൈഫ് എനർജിയാണ് കേട്ടോ അവിടെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണേ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ്, ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ഒരു വ്യക്തിയാണ്. അതിലൂടെ അതാണ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുക. ഓക്കെ, അതിന് പ്രാപ്തിയുള്ള ഒരാളാണ്. ആ ഒരു ബ്ലിസ്ഫുൾ എനർജിയിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണ്ടേ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണ്ടേ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു പാഠമാക്കി കാണുക, ഇതിൽ നിന്ന് നിങ്ങളൊരു അറിവാണ് നേടുന്നത്. ഓക്കെ, ആ അറിവ് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ സിറ്റുവേഷനെ കാണാം. എനിക്കത് സംഭവിച്ചല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, എന്നെ വേദനിപ്പിച്ചല്ലോ, ഞാൻ ഇത്രയും ഒക്കെ ഒരു ലവ് ലൈഫ് ആണെങ്കിൽ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എന്നെ ഇട്ടിട്ട് പോയി, എന്നെ ഉപേക്ഷിച്ചു, എന്നെ വേദനിപ്പിച്ചു, എങ്ങനെ തോന്നി, അപ്പൊ ഇത്രയും ഞാൻ സ്നേഹിക്കുന്നത് വെറുതെയാണോ, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇതിനെ നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെ അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ഒരു പാർട്ട്ണറെയാണ് എന്ന് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തന്നതാണ് ഈ അനുഭവം. ഇത് ഈ പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിലേക്കാണ് നിങ്ങൾ എത്തുക. അങ്ങനെ സിറ്റുവേഷനെ കാണാം. ഇനിയിപ്പോൾ ലവ് ലൈഫിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ചതി, വഞ്ചന നിങ്ങൾ നേരിട്ടുണ്ട്. എന്നാൽ എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തു, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ ആർക്കും ഞാനായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചതെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊരു പാഠമാണ്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും മനസ്സിൽ ആ നന്മയുണ്ട് എന്ന് ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും ഒരു ഹെൽത്തി ഡിസ്റ്റൻസിൽ നിർത്തുക, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാഠമാണ്. ഇത് പാഠം ഉൾക്കൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ആർക്കും പിന്നെ ഇതുപോലെ വേദനിപ്പിക്കാനോ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ഇത് നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അനുഭവം നിങ്ങൾ ആക്ച്വലി കൂടുതൽ സ്ട്രോങ് പവർഫുൾ ആക്കാണ് വേണ്ടത്, നിങ്ങളെ തളർത്തുകയല്ല വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കാൻ തന്നെയാണ്. അപ്പോൾ ഇതനുസരിച്ച് ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകാം. നോ പറയേണ്ടവർക്ക് നോ പറയാൻ പഠിക്കാം. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിനെ മാത്രം എൻകറേജ് ചെയ്യുക, അല്ലാത്തതിനെ അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, നിങ്ങളുടെ ലവ് ലൈഫിലാണെങ്കിലും ആ സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പ്
അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക, അതിലായിരിക്കാൻ നിങ്ങൾ റെഡി ആവുക. ഓക്കെ, ഇനിയിപ്പോൾ ലവ് ലൈഫിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയയിലാണ് ഇത് കണക്റ്റഡ് ആകുന്നത് അവിടെ ആ ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് ആയിരിക്കണം. ആ ചാപ്റ്ററിനെ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആകുന്നത് അപ്പോഴാണ്, ഈ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂ മൂൺ ഇൻ ജെമിനിയിൽ യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് നൽകാനുള്ളത്? നിങ്ങളുടെ ഡ്രീം ജോബിനെ സംബന്ധിച്ചിട്ടാണെന്ന് കേൾക്കുന്നു. ഇത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആണ്. പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ഡ്രീം ജോബ് എന്താണെങ്കിലും പ്രതീക്ഷ കൈവിടരുത്. ഞാൻ കണ്ട സമയം 11:11 ആണ്. പ്രതീക്ഷ കൈവിടരുത്. ഇറ്റ്സ് യോഴ്സ്, അത് നിങ്ങളുടെയാണ്. ഓക്കെ, അത് വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. കണ്ടിന്യൂ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരിക്കും, ഇന്ന സ്റ്റെപ്പ് എടുക്കൂ, ഇന്ന കാര്യം ചെയ്യൂ, അത് ചെയ്യുക, അതിലായിരിക്കണം ശ്രദ്ധ, അതിനാണ് പ്രയോറിറ്റി. ഓക്കെ, മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും ഇതിന് പ്രാധാന്യം കൊടുക്കുക, അത് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അധികം ദൂരെ ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അതധികം ദൂരെ അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു എന്താ പറയാ വ്യക്തതയൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി അറിയാം ഇറ്റ്സ് അറൌണ്ട് ദ കോർണർ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. അതിനെ വിശ്വസിക്കാം. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ ഈ ഒരു ഡ്രീം ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ അതിന് നല്ല രീതിയിൽ വളരെ സമൃദ്ധമായിട്ട് തന്നെ യൂണിവേഴ്സ് അതിനെ റിവാർഡ് ചെയ്യും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഉത്സാഹത്തോടെ തന്നെ പ്രയത്നിക്കാം. ഇതിൽ ഈ ഒരു നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ സ്വപ്നം എന്താണ് അതുമായി ബന്ധപ്പെട്ട യാത്രയോ റീലൊക്കേഷനോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഒരു സീ ഏരിയയിലേക്കൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി അടുത്തുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ മാറേണ്ടതായിട്ടൊക്കെ വരും എന്ന് കാണുന്നു. അങ്ങനെ ആ മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അത് ഒരുപാട് സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി ആണ് കൊണ്ടുതരുന്നത്. ഓക്കെ, നിങ്ങളുടെ കരിയർ അങ്ങനെ സ്റ്റേബിൾ ആകണം, സെക്യൂർ ആകണം. അപ്പൊ നിങ്ങളൊരു പെർമനന്റ് ജോബിൽ അല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കൂ. ആ പെർമനന്റ് ജോബിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ സ്വപ്നം ഒരു പെർമനന്റ് ജോബാണെങ്കിൽ അതിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ഹിൽ ഏരിയയും കിട്ടുന്നുണ്ട്. അതായത് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ കടലിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ ബോഡിയുടെ അടുത്തായിരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ. ഒന്നുകിൽ വർക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലം ഈ വാട്ടർ ബോഡിയോട് അടുത്തായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നദിയുടെയോ കടലിന്റെയോ ഒക്കെ പേരിൽ പ്രസിദ്ധമായിട്ടൊരു സ്ഥലമായിരിക്കും. ആ ഭാഗത്താണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഉയരത്തിൽ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന ഒരു സ്ഥലത്ത് ആയിരിക്കും നിങ്ങൾ ആയിരിക്കുക. ഈ രണ്ട് എക്സ്ട്രീം എനിക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നിങ്ങളുടെ കരിയറിലും അതുവഴി നിങ്ങളുടെ ഫൈനാൻസിലും ഈ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വളരെ അടുത്ത് വന്നു നിൽക്കുകയാണ്. നിങ്ങളോട് തയ്യാറാകാൻ പറയുന്നു, നിങ്ങളോട് പരിശ്രമിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ കറക്റ്റ് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ക്ഷമയോടെ ആയിരിക്കാൻ പറയുന്നു. ക്ഷമയോടെ ആയിരിക്കുക. ആ ഒരു പ്രതീക്ഷ കൈവിടാൻ പാടില്ല. പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ എൻ്റെ കരിയറിൽ അത് എൻ്റെ സ്വന്തമാണ്. ഓക്കെ, അതെൻ്റെ സ്വന്തമാണ്. അതെൻ്റെ എന്താ പറയാ, അത് അകലെയല്ല, അത് വളരെ അടുത്താണ്, അതെൻ്റെ സ്വന്തമാണ്. അതെന്തായാലും ഞാൻ നേടിയെടുത്തിരിക്കും. യൂണിവേഴ്സ് അതിനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. എനിക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്.
ഞാൻ ഓരോ നിമിഷവും എൻ്റെ ആ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഈ ഒരു മാറ്റം, കരിയറിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്പെസിഫിക് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ആത്മസംതൃപ്തി നൽകുക, ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും എനിക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു മാറ്റത്തെ തുടർന്ന്. ഓക്കെ, ഇതൊരു ശരിക്കും ഒരു ചേഞ്ച്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ 1010 എന്നുള്ള നമ്പർ കാണുന്നുണ്ടാവും. 1010 ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതൊരു സൂചനയാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ ആ ഒരു സൂചനയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ റിസൾട്ട് വളരെ അബണ്ടന്റ് ആയിട്ടാണ് അതിന്റെ റിവാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരിക. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ കാണുന്നില്ലല്ലോ, ഞാൻ കുറെ പരിശ്രമിക്കുന്നതാണ്, ഒരു മാറ്റം കാണില്ലല്ലോ, അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. യൂണിവേഴ്സിനെ ഫുള്ളി വിശ്വസിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇന്റൻഷനലി അത് തന്നെ ചെയ്യാം. ഓക്കെ, ഈ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. വളരെ അടുത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ മാറ്റത്തിനെ അതിൻ്റെതായ രീതിയിൽ സംഭവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്ഷമയും വിശ്വാസവും പ്രതീക്ഷയും മാത്രമാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്, അത് നൽകുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ ന്യൂ മൂൺ ഇൻ ജെമിനിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് നോക്കാം. ഞാൻ കേൾക്കുന്നത് സ്പീക്ക് അപ്പ് എന്നാണ്. നിങ്ങൾ സംസാരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ അത് ചെയ്യാതെ മടിച്ചു നിൽക്കുന്നു, നിങ്ങളതിനെ ചെയ്യാതെ ഇങ്ങനെ പിൻവാങ്ങുകയാണ്. അത് പാടില്ല. ഈ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഗുണകരമാകുകയും ചെയ്യും. റെസ്പെക്ട്ഫുള്ളി നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അത് ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ പറയാം. അവിടെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ എങ്ങനെ വിചാരിക്കുമോ, ഞാൻ അങ്ങനെ ചെയ്തെങ്ങനെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിലൂടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതി, അതായത് ചില അവസരം നിങ്ങൾക്ക് അറിയാം ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത്, പക്ഷെ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യാനൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ നല്ലത് അതൊക്കെ വിചാരിച്ച ഒന്നും മിണ്ടാതിരിക്കുന്ന, സൈലൻസ് കൊടുക്കുന്ന ചില അവസരങ്ങളുണ്ട് ഇല്ലേ? അവിടെ നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രൂത്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ പറയുമ്പോൾ, റെസ്പെക്ട്ഫുള്ളി അത് പറയുമ്പോൾ കാട് കയറി ചിന്തിക്കുക. അതൊരു ആത്മവിശ്വാസത്തോടെ അതിനെക്കുറിച്ച് അത് നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അത് പ്രവർത്തിക്കും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട്. ഓക്കെ, അതൊരു പക്ഷെ നിങ്ങളുടെ കരിയറിലായിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾക്കത് ഒരുപാട് ഭാഗ്യം കൊണ്ടുവരും എന്ന് ഞാൻ കേൾക്കുന്നു. അതെങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ പ്ലാനിലുള്ളതാണ്. അത് എല്ലാം മുന്നേ കുട്ടി അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി പാടില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ, ഫൂൾ കാർഡ്. ടേക്ക് ദ ലീപ്പ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഓക്കെ, എല്ലാം അറിയണം മുന്നേ, എല്ലാം അറിഞ്ഞാലേ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പിടിവാശി പാടില്ല. ആ പിടിവാശി ഉള്ളവരുണ്ട് ഈ ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ലിബ്ര പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ലിബ്ര പ്ലേസ്മെന്റ് ഉള്ളവരുടെ ഞാൻ കാണുന്ന ഒരു ട്രൈറ്റ് ആണത്, ഒരു പിടിവാശിയാണ്. അതായത് മുന്നേ അറിയണം, അല്ലെങ്കിൽ ലോജിക്കലി ഇങ്ങനെയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് അവർക്ക് ഇങ്ങനെ ഓവർ പവർ ചെയ്ത് നിൽക്കും. നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ മിറാക്കിൾസ്, മാജിക്കിനൊക്കെ നമ്മൾ സ്ഥാനം കൊടുക്കണം. അതിനൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിന്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോജിക്കൽ റീസണിങ് എല്ലാവരുടെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് ആ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ അതാ നിങ്ങളോട് പറയണേ. ഞാൻ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്ത് മാറ്റാ, എന്ത് ഭാഗ്യം എനിക്ക് ഉണ്ടാവുക, അത് മുന്നേ അറിയണം എന്ന വാശി പാടില്ല. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ടേക്ക് ദ ലീപ്പ്. ഓക്കെ,
അതിലൂടെ നിങ്ങളുടെ ചില പാസ്റ്റ് എനർജി, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഭയമുണ്ട്, നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നുണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു ആത്മവിശ്വാസം ഇല്ലത് തുറന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ കളിയാക്കിയാലോ, ഞാൻ അങ്ങനെ ചെയ്താൽ ആളുകൾ എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചാലോ എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്ത ഉള്ളില്, ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങളുടെ ആ ഒരു മോസ്റ്റ് കോൺഫിഡന്റ് വേർഷനിലേക്ക് ആയിത്തീരാനും നിങ്ങളെ ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ ലിറ്ററലി നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഇതിലൂടെ സംഭവിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു റീബർത്ത്, ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് ഇതിലൂടെ സംഭവിക്കും. അപ്പോൾ അതിനായിട്ട് അവസരം കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല ഇതിലൂടെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം നൽകുന്ന പല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നതിനും കൂടുതൽ വിജയങ്ങൾ നിങ്ങളുടേതായി ഉണ്ടാകുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന അവസരങ്ങളെയും കൂടെ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കരിയർ സ്പേസിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്പീക്ക് അപ്പ്. എന്തിനാണ് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിലുള്ള പോയിന്റ്, നിങ്ങൾ പറയേണ്ട കാര്യം ദാപ്റ്റ് ആണ്, അത് വളരെ പവർഫുൾ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് പറയേണ്ടതാണെന്നും അറിയാം. അതിപ്പോൾ ആ ഒരു ഭയം വേണ്ടാന്ന് പറയണേ. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം, അതായത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കരിയറിലും ഒരു ഹ്യൂജ് സക്സസ് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണല്ലേ, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഓരോ സമയം നിങ്ങൾ സ്പീക്ക് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗ്യത്തിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്, ആ മാറ്റം സംഭവിക്കുന്നതിന് തള്ളിക്കളയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക് ത്രൂ, അതായത് നിങ്ങൾ ആ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കൂടി തന്നെ നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് പറയാനാ പറയണത്, അത് പറയാം. കാരണം പല സമയങ്ങളിൽ നിങ്ങളത് പറയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സെയിം പോയിന്റ്, നിങ്ങളുടെ മനസ്സിലായ സെയിം പോയിന്റ് മറ്റൊരാൾ പറഞ്ഞ് അതിന്റെ ബെനിഫിറ്റ്സ് അവർ റീപ്പ് ചെയ്യുന്നത് നിങ്ങൾ കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് നിങ്ങൾക്ക് നിരാശ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അത് എന്തിനാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസരം കളയുന്നത്? അല്ലെങ്കിൽ ഇതിന് മുൻപ് നിങ്ങൾ ഇതുപോലെ സ്പീക്ക് ചെയ്തപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടിയ റിയാക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിസപ്പോയിൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അതൊരിക്കൽ സംഭവിച്ച കാര്യമില്ലേ? ഓക്കെ, എപ്പോഴും അങ്ങനെ ആകും എന്നില്ലല്ലോ. എപ്പോഴും എങ്ങനെയാകും എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് അങ്ങനെ തന്നെയാവും. പക്ഷെ അതല്ല, ഞാൻ സ്പീക്ക് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അതെല്ലാവരും സ്വീകരിക്കും. അത് ഓരോ സന്ദർഭങ്ങളിലും ആപ്റ്റ് ആയിട്ടുള്ള അവിടെ ആ ഒരു സിറ്റുവേഷന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ ആ സിറ്റുവേഷന് വളരെ ഉപകാരപ്രദമായുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ആ ഒരു സിറ്റുവേഷന് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എന്ന ഒരു വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇത് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ മുന്നേ ഇതുപോലെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടായി എന്നതിനർത്ഥം എപ്പോഴും അങ്ങനെ സംഭവിക്കുക എന്നല്ല. ഓക്കെ, നിങ്ങൾ ഇനിയെങ്കിലും മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ പറയുന്നു. അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ കരിയറിൽ എസ്പെഷ്യലി ഉണ്ടാവുന്നുണ്ട്, ചുറ്റുമുള്ളവരെ അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിനെ വിശ്വസിച്ച് ആ ലീപ്പ് എടുക്കുക. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ധൈര്യത്തോടെ അത് ചെയ്യാനാണ് പറയുന്നത്. ഓവർ തിങ്കിങ് വേണ്ട എന്ന് നിങ്ങളോട് എടുത്ത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.